ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. അപ്പോൾ VFA എക്സാമിന് വേണ്ടി തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും പോലും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. PYQ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 24 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് VFA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. എത്ര മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനു മുൻപ് നമ്മൾ ചെയ്ത മോക്ക് ടെസ്റ്റുകളിൽ എത്ര മാർക്ക് കിട്ടി, ഇതിൽ എത്ര കിട്ടി എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കിരൺ റിജിജു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി, 2ഉം 3ഉമാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായത്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. അടുത്ത ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഓപ്ഷൻ ബി, 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായത് എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. കുരങ്ങുപനി ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ്. കോളറ ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? വിബ്രിയോ കോളറ. സ്ക്രൈബ് ടൈഫിസ് എന്ന രോഗം ഉണ്ടാക്കുന്നത് ഓറിയൻഷ്യ സുറ്റ്സുക മൂഷി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം എന്ന പദ്ധതിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? യൂഫോട്ടിക്, എഫോട്ടിക്, ഡിസ്ഫോട്ടിക്. ഇതാണ് ആ 3 മേഖലകൾ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ 1 മാത്രമാണ് ശരി. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നു. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. ആ ഏരിയയ്ക്ക് പറയുന്നത് ഡിസ്ഫോട്ടിക് മേഖല എന്നാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. ആ ഏരിയയ്ക്ക് പറയുന്നത് എഫോട്ടിക് മേഖല എന്നാണ്. ഓക്കെ, അപ്പൊ 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ്. സൗദി അറേബ്യ. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്?
നൈജീരിയയാണ്. നൈജീരിയ. കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. വെറുതെ ഒരു ABCD ഓപ്ഷൻസ് അധികം കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഏത് തത്വമാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. ആൻസർ ഓപ്ഷൻ ബി. തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. -8 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം വരുന്നത്. -8 സെന്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഏതാണ്? ഇറ്റലിയാണ് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി. കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഉണ്ടാകുന്നത്? FeCl3H2 ഉണ്ടാകുന്നു. ഫെറസ് ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകും. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? 10 ഇലക്ട്രോണുകളാണ് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏത് ഉൽപ്പാദിപ്പിക്കാനാണ് ഇൽമനൈറ്റ് ഉപയോഗിക്കുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡ്, TiO2. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മുൻപത്തെ VFA മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവര് നമ്മളെ ചാനലിൽ PYQ മോക്ക് ടെസ്റ്റ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. അതിലെല്ലാ മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്